അരി കുതിർത്തരയ്ക്കേണ്ട, പുട്ടുപൊടിയോ അരിപ്പൊടിയോ ഒന്നും വേണ്ട, റവ മാത്രം മതി. ഇതാ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്പത്തൽ ഉണ്ടാക്കുക. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അതല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായയുടെ കൂടെയോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ഞാനിപ്പോൾ 1 കപ്പ് വറുത്ത റവ എടുത്തിട്ടുണ്ട്. വലിയ തരിയുള്ള റവയാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വേണം എടുക്കാൻ. ഇനിയിപ്പോൾ 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ റവയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. ആ ഒരു സമയം കൊണ്ട് 1/4 കപ്പ് തേങ്ങ, 5-6 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പൊ ഇതാ റവയൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. ഈ റവ നല്ലോണം സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു 10 മിനിറ്റ് നേരം കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പൊ അതിലുള്ള വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ടാവണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പൊ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിന്റെ ഇടയിൽ വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഇത്തിരി കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം, അതല്ലാന്നുണ്ടെങ്കിൽ നെയ്പത്തിൽ പൊങ്ങി വരില്ല. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ വീഡിയോ